പേര് രജിതയ. ഞാൻ നീലംപേരു ഈരയെന്ന് വരുന്ന. ബേസിക്കലി ഞാൻ മുംബൈയിൽ നിന്നാണ്. ഞാൻ 25 മെയ് 2022 ഇവിടെ വരുന്നു. എൻ്റെ സിസ്റ്റർ ഇൻ ലോയുടെ മദർ പറഞ്ഞായിരുന്നു ഇങ്ങനെ ഒരു കൃപാസനം ചർച്ച് ഉണ്ട്, നിങ്ങൾ അവിടെ പോകണം, പ്രാർത്ഥിക്കണം, ഒത്തിരി നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടും. ദെൻ ആഫ്റ്റർവേർഡ്സ് വി കെയിം ഹിയർ ആൻഡ് എൻ്റെ മലയാളം അത്രേ ശരിയില്ല. സോ ഞങ്ങളിവിടെ വന്നു. ഇവിടെ വന്ന് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അകത്ത് കയറാൻ. ഞാൻ എൻ്റെ മമ്മി ഡേ ബിഫോർ നൈറ്റ് പറഞ്ഞു कि ഞങ്ങൾക്ക് കൃപാസനത്തിൽ പോകണം. ആ ഡേയിൽ എനിക്ക് ഭയങ്കരമായിട്ട് സ്റ്റമക്ക് പെയിൻ തുടങ്ങി. ഭയങ്കരമായിട്ട് എനിക്ക് ബുദ്ധിമുട്ടായി ആയി. ദെൻ ഞാൻ രാവിലെ പറഞ്ഞു, മമ്മി പറഞ്ഞു നീ വരണ്ട. ഞാൻ പറഞ്ഞു ഞാൻ വരുന്നുണ്ട്, എനിക്ക് പറ്റത്തില്ല, ഞാൻ വരും. അങ്ങനെ ഞാൻ ബൈ ബസ് ഞങ്ങൾ ഇവിടെ വന്നു. ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് അകത്തിൽ കയറിയത്. എൻ്റെ മമ്മി ഉടമ്പടിക്ക് പോയി, ഞാൻ ഇവിടെ ഇരിക്കുമായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് വയറുവേദന എടുത്തിട്ട് ഭയങ്കരമായിട്ട് ആ വേദന ഇപ്പം വരെ എനിക്ക് ആ വേദന അങ്ങനെ വന്നിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു നൺ ഉണ്ടായിരുന്നു. സ്പെഷ്യലി ഐ വോണ്ട് ടു താങ്ക്സ് ഹർ. അപ്പം അവർ പറഞ്ഞു കൊച്ചയുടെ ഞാൻ ഭയങ്കരമായിട്ട് കരച്ചിലായിരുന്നു. തോ ആ നൺ പറഞ്ഞു ഈ കൊച്ചയുടെ അമ്മ എവിടെയാണ്? തോ അപ്പം ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല എൻ്റെ മമ്മി എവിടെയാണ് പോയത്. അത്ര മാത്രമേ അറിയാമായിരുന്നു. ഉടമ്പടി എടുക്കാനാണ് പോയത്. ദെൻ അത് കഴിഞ്ഞ് എന്നെ ഇവിടെ കടത്തിച്ചു. ഇവിടെ ഞാൻ ഉറങ്ങി 15 മിനിറ്റ്സ് കഴിഞ്ഞ് എൻ്റെ വേദന പോയി. ഞാൻ മെയിൻ റീസൺ ഇവിടെ വന്നത് എനിക്ക് കല്യാണങ്ങൾക്ക് വേണ്ടിയായിരുന്നു. കല്യാണത്തിന് വേണ്ടി ഞാൻ ഇവിടെ വന്നു. അപ്പം ഒത്തിരി കല്യാണക്കാർ വരും, അവർക്ക് ഇഷ്ടപ്പെടത്തില്ല, അതർവൈസ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ല. എനിക്കൊരു ഡ്രീം ഉണ്ടായിരുന്നു, എനിക്ക് എങ്ങനെ എൻ്റെ ഒരു ഭർത്താവ് വേണം പറഞ്ഞ് ഞങ്ങളിവിടെ ഉടമ്പടി എടുത്തിട്ട് അമ്മ മാതാവിടെ കൃപ ഉണ്ടായിരുന്നു. ആ ദിവസം എനിക്ക് അച്ഛനെ കാണാൻ കിട്ടി. അച്ഛൻ എൻ്റെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചു. ഞാൻ വന്നൊരു നെഗറ്റീവ് പേഴ്സൺ ആയിരുന്നു. ഇവിടെ റിട്ടേൺ പോകാൻ നേരം ഞാൻ ഒരു പോസിറ്റീവായിട്ട് ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ച് 25 മെയ്ക്ക് ഞാൻ ഇവിടെ വന്നു. 25 ജൂലൈക്ക് എനിക്ക് കല്യാണം വന്നു, ആ പ്രപ്പോസൽ വന്നു. ഞാൻ ആഗ്രഹിച്ച പോലത്തെ ഒരു ചെറുക്കനെ മാതാവ് എനിക്ക് കാണിച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഓഗസ്റ്റ് 13 ഞാൻ റിട്ടേൺ ഇവിടെ വരുന്നു. അപ്പം എനിക്ക് ന്യൂസ് പേപ്പർ കിട്ടി. ആ ന്യൂസ് പേപ്പർ കൊണ്ട് ഞാൻ മുംബൈ പോയിട്ട് കൊടുക്കാൻ. അപ്പം അവിടെ ഒരു പള്ളിയുണ്ട്, മാഹിമിൽ ആ പള്ളിയാണ്. ഞാൻ ആ പള്ളിയിൽ ഈ ന്യൂസ് പേപ്പർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പോയതോ അപ്പം എനിക്ക് അവിടുത്തെ ഒരു ട്രസ്റ്റി പേഴ്സൺ എനിക്ക് പറഞ്ഞു പള്ളിയുടെ അകത്തു നിന്ന് നീ ഇറങ്ങി പോകണം, ഈ പത്രം ഇവിടെ കൊടുക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ പള്ളിയുടെ അകത്തേക്ക് കൊടുക്കത്തില്ല, ഞാൻ റോഡിൽ നിന്ന് ആ പേപ്പറെല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഭയങ്കര അകത്തിൽ നിന്ന് എനിക്കൊരു ഭയങ്കര ഹാപ്പിനെസ് ആയി. അത് കഴിഞ്ഞിട്ട് ഞാൻ എപ്പം പോയി കഴിഞ്ഞാൽ ആ പള്ളിയിൽ കൃപാസനൻ്റെ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അവിടെ വെളിയിൽ നിന്ന് ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ദെൻ അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ സ്കൂളിൽ ഒരു മാംക്ക് ഞാൻ ഈ പേപ്പർ കൊടുത്തായിരുന്നു. അവർക്ക് മലയാളം പറഞ്ഞാൽ ഒന്നും അറിയത്തില്ല, മറാഠിയായിരുന്നു ആ ലേഡി. അവർക്ക് കൊടുത്തു. ആ ലേഡി ഈ പത്രം കൊണ്ട് വീട്ടിൽ പോയി. ഒരു ദിവസം ദിവാലി വെക്കേഷനിൽ അവർ ഇത് പേപ്പർ റീഡ് ചെയ്തിട്ട് ഞാൻ പേപ്പർ കൊടുക്കാൻ നേരം അവർ പറഞ്ഞു രജിത മിസ് എനിക്ക് ഈ പേപ്പർ തരാൻ നേരം നിങ്ങൾ പ്രാർത്ഥിച്ച് കൊടുക്കണം. അവർക്ക് വീടില്ലായിരുന്നു, 16 ഇയേഴ്സ് വരെ അവർക്ക് വീടില്ലായിരുന്നു. ഈ പേപ്പർ കിട്ടി, അവർ റീഡ് ചെയ്തു. ഞാൻ പറഞ്ഞു ഞാൻ അച്ഛൻ്റെ ഷെയർ ചെയ്തു ലിങ്ക്. ഒരു 5:30 AM ഡേ പ്രെയർ, 7 o'clock AM ഡേ പ്രെയർ അവർക്ക് ഞാൻ ഷെയർ ചെയ്തു. അവർ ആ പ്രാർത്ഥന കേൾക്കും, അവർക്കൊന്നും മനസ്സിലാകത്തില്ല, ബട്ട് അവർ ആ പ്രാർത്ഥന കേട്ടിട്ട് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് അവർക്ക് ഡിസംബർ മന്തിൽ ഗവൺമെൻറ് അലോട്ട് ചെയ്ത് വീട് കിട്ടി. മൂന്നാമത്തെ ഞങ്ങളുടെ സ്കൂളിൽ ഒരു ക്ലർക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിരുന്നു. അവർ ഒരു ദിവസം എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു എനിക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ട്, എനിക്കറിയത്തില്ല എന്ത് ചെയ്യണം, അവർ മഹാരാഷ്ട്രനായിരുന്നു. അവർക്ക് ഞാൻ പറഞ്ഞു ഞാൻ ഒരു ലിങ്ക് ഷെയർ ചെയ്യാം, നിങ്ങൾ അതിനകത്ത് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് അനുഭവം കിട്ടും. എൻ്റെ പുറത്ത് നിങ്ങൾ അമ്മയെ വിളിക്കുക. അമ്മയെ അങ്ങനെ നെക്സ്റ്റ് അവർ രാവിലെ എണീച്ച് 5:30 പ്രെയർ ചെയ്തു. ആ ഡേയിൽ എനിക്ക് വന്നിട്ട് പറഞ്ഞു എനിക്കൊരു കാര്യം പറയണം. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല എനിക്ക് ലേറ്റ് ആകുമോ, ഞാൻ പിന്നെ വരാം നിങ്ങളുടെ അടുത്ത്, ഞാൻ വീട്ടിൽ പോകാൻ പറഞ്ഞിട്ട് ഞാൻ പോയി. ദെൻ ആഫ്റ്റർവേർഡ്സ് നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞാൻ ചോദിച്ചു എന്താ പറ്റിയത് നിങ്ങൾക്ക്? പറഞ്ഞു നിങ്ങൾ ആ ലിങ്ക് തന്നു, അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് മിറക്കിളായി. എൻ്റെ എത്ര സാഡ്നെസ് ഉണ്ടായിരുന്നു ആ സാഡ്നെസ് എല്ലാം എൻ്റെ പോയി. അങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഞാൻ ആർക്ക് ഇത് പറഞ്ഞു കൊടുത്തു കൃപാസന അമ്മയ്ക്ക്, അവർക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് മിറക്കിൾ ഹാപ്പനായി. അവർ ഇപ്പം പ്രാർത്ഥിക്കുന്നുണ്ട്. അവർ ട്യൂസ്ഡേയുടെ അച്ഛൻ്റെ പ്രസംഗം കേൾക്കും, അവർ രാവിലെ എണ്ണിച്ച് പ്രാർത്ഥിക്കും, വൈകിട്ട് പ്രാർത്ഥിക്കും. തൻ്റെ ജീവിതത്തിൽ
പരിശുദ്ധ അമ്മ വഴി ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് ഇപ്പം ഈ മകൾ പറഞ്ഞത്. ഏറെ പ്രത്യേക